ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമസ്കാരം ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് കാണാനിടയായ വീഡിയോ ആണ്. ഞാനിതിന് ഒരു വീഡിയോ ചെയ്തു, എന്നിട്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം കുറച്ച് കാര്യങ്ങൾ പറയണം എന്നെനിക്ക് തോന്നി മുൻകൂട്ടി. കാര്യം അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വളരെ ഇൻഡപ്തിലേക്ക് പോയി. അത് പൊതുവേ ഒരാൾക്കും മനസ്സിലാകാത്ത, സാധാരണപ്പെട്ട ഒരാൾക്കും മനസ്സിലാകാത്ത രീതിയിലേക്ക് മാറി. അപ്പോൾ അത് ഡിസ്ക്ലെയിമർ ആദ്യം പറയണം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇത് പൊതുവേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാകാറില്ല, സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാറില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകാറുള്ളൂ. വിമർശനങ്ങളൊക്കെ അതിനെതിരെ വരും, അതിനെതിരെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, പട്ടിയുടെ പാത്രത്തിൽ കൊണ്ട് ബിരിയാണി ഇട്ടിട്ട് കാര്യമില്ലല്ലോ, എല്ലാത്തിനും അതിൻ്റെ സ്ഥലമുണ്ടല്ലോ. ഓട്ടക്കുടത്തിൽ വെള്ളം നിറച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാറില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ വീഡിയോ നല്ലൊരു വീഡിയോ ആണ്. യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ, കാപ്പൻസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലാണ്. നല്ല നല്ല വീഡിയോകളാണ്, നല്ല നല്ല സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോകളാണ്, കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഷൗട്ട് ഔട്ട് ടു ദിസ് ഗായ് കാപ്പൻസ് മീഡിയ. ഈ വീഡിയോയും വളരെ നല്ലൊരു വീഡിയോയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് തോന്നിയ ആഡ് ചെയ്യണമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ അതിൽ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കാര്യം അത് കാണുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഭാഗികമായിട്ട് ശരിയാണ്, അംഗീകരിക്കേണ്ട കാര്യമാണ്, വളരെ നല്ല കാര്യമാണത്, നല്ല മെസ്സേജാണ്. പക്ഷേ റിയാലിറ്റി പലതാണ്. ഇത് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പല സാഹചര്യങ്ങളും സിനാരിയോസും റിയാലിറ്റീസും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശത്രുക്കൾക്ക് പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ചെറിയ ചെറിയ പണികളിലൊന്നും നമുക്ക് ഓരോ കാര്യങ്ങളും നടന്നെന്ന് വരില്ല. അങ്ങനെ നടത്തിയാലുണ്ടല്ലോ, അത് ആ ടൈം ലൈനിൽ കുഴപ്പമാണ്. അത് ശത്രുവിന് പലപ്പോഴും തിരിച്ചടികളൊക്കെ വരുമായിരിക്കും, വരാതിരിക്കാം. പിന്നെ പല കാര്യങ്ങളും പല ഇൻഫ്ലുവൻസും കൊണ്ടൊക്കെ ശത്രുവിന് പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് ബാക്കിയുള്ളവർക്കൊരു ഗുണപാഠമാകണം. അതൊരു ഓർഡർ വേണം. ഓർഡർ ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു ടൈം ലൈൻ ലാപ്സാണത്, മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അത് നേരത്തെ പഠിച്ചാൽ നേരത്തെ നല്ലത് എന്നുള്ള രീതിയിലാണ്. ആ വ്യക്തിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ ഹീലറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്, പുറത്ത് ഇവിടെ യൂറോപ്പിലാണ് ഞാൻ. അപ്പോൾ ഈ ഹീലിങ്ങിലൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പല ഹീലിംഗ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അത് ഞാൻ വലിയ റെമ്യൂണറേഷനും കാര്യങ്ങളൊന്നും മേടിക്കാതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ വേണ്ടപ്പെട്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഒരു സ്കിൽ ഹോണിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്ന കാര്യം. പല റിയാലിറ്റീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനകത്ത് പല മനുഷ്യരുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ബേസിക് രീതിയിലുള്ള സാധാരണപ്പെട്ട മനുഷ്യരുടെ കാര്യങ്ങളൊക്കെയാണ്. അതിൽ നടക്കും സംഭവം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വേറെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടെന്നല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് വാലിഡാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് വാലിഡാണ്, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സാധാരണ തോതിൽ അത് ശരിയാണ്. പക്ഷേ വേറൊരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും, വേറെ റിയാലിറ്റിയിൽ മറ്റു മനുഷ്യരൊക്കെയാണ്, അവരുടെ കോൺഷ്യസ്നെസ്സസ് ഒന്ന് വേറെയാണ്, അവരുടെ അവബോധമൊക്കെ ഒന്ന് വേറെയാണ്. ഭൂമിയിൽ പലതരം മനുഷ്യരുണ്ട്. മനുഷ്യരെ പോലെ ഇരിക്കുന്ന സംഭവങ്ങളുണ്ട്, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആർക്ക് ആദ്യം പണി കൊടുക്കണം എന്നും പറഞ്ഞ് എഴുന്നേക്കണമാരുണ്ട്. അത് ലൈഫ് പേർപ്പസ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അത് അവർക്കന്നെ അറിയാൻ പാടാത്ത സംഭവമാണ്. കാര്യം അവർ അങ്ങനെയുള്ള ബ്ലഡ് ലൈനിൽ നിന്നാണ് വരുന്നത്. അവരുടെ DNA അങ്ങനെയാണ്. അവർ ഭൂമിയൊന്നും പഠിച്ചിട്ടല്ല അങ്ങനെ ആകുന്നത്, ജന്മന അങ്ങനെ ആകുന്ന വ്യക്തികളുണ്ട്, യഥാർത്ഥ പിശാചിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ലോകമാണിത്. അപ്പോൾ അതിന് അവർ ബാക്കിയുള്ളവരെ പൊളൂട്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ഹീലിംഗ് ഡാർക്കും ലൈറ്റും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്ന മാതിരി ഇതും രണ്ട് വശങ്ങളാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പണി നമുക്ക് ഈ പോസിറ്റീവ് എനർജിയിലൊന്നും നടക്കുകയൊന്നുമില്ല. അതങ്ങനെയുള്ള ഒരു കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിനോട് യോജിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്ന കാര്യം യേശു ക്രിസ്തുവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. യേശുദേവൻ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. ഞാനുമൊക്കെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. യേശുദേവൻ എന്നൊക്കെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ യേശുദേവൻ്റെ മഹാത്മ്യം, അത്രയൊക്കെ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് വേണമെങ്കിൽ കാര്യങ്ങൾ തീർക്കാം, ഒരു പണി എല്ലാവർക്കും കിട്ടുന്നത് കൊടുക്കാം. പക്ഷേ അതുപോലും കാണിക്കാതെ
ഒരു മാർഗം കാണിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞത് അതാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞത്, യേശുദേവൻ എന്ന് പറഞ്ഞു. പക്ഷേ യേശുദേവൻ ആ ഹീലിംഗിൽ മാത്രമേ നോക്കിയുള്ളൂ. പുറകുന്ന് പണി വരുന്നത് യേശുദേവൻ നോക്കിയില്ല. എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെയുള്ള യേശുദേവൻ അങ്ങനെ വിചാരിച്ച്. പക്ഷേ ഇത് കാട്ടിൽ പോയിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ സിംഹത്തിനെ തിന്നുന്നില്ലല്ലോ അതുകൊണ്ട് സിംഹം എന്നെ തിന്നരുതെന്ന് പറഞ്ഞാൽ ശരിയാവുക? ഇല്ല, അതിനറിയില്ല അല്ലേ. അപ്പോൾ അവരെ കൊണ്ടിട്ട് ഒരു കുറവുകളും ബുദ്ധിമുട്ടുകളും ബാക്കിയുള്ളവർക്ക് ഉണ്ടാകരുത് എന്നുള്ളത് അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക സ്പിരിച്വലായിട്ടുള്ള വ്യക്തികൾ, അത് യഥാർത്ഥ സ്പിരിച്വാലിസം എന്ന് പറയുന്നത് എന്താ പറയുക, ബാലൻസിങ് യുവർ ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്ന് വേണേൽ പറയാം. അങ്ങനെയാണ് അപ്രോപ്രിയേറ്റ്ലി ബാലൻസിങ് യുവർ ഡാർക്ക് സൈഡ് ആൻഡ് ലൈറ്റ് സൈഡ് എന്നുള്ളതാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു വലിയ അർത്ഥത്തിൽ. ഇപ്പോൾ എത്രത്തോളം ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഹീലിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ മനസ്സിലാകുമോ എന്നറിയില്ല. എന്നാലും ഞാൻ പറയാം, പല പല റിയാലിറ്റീസ് എന്ന് പറയാം, പല പല റിയാലിറ്റീസ്, പല പല ആൾക്കാർ, പല പല ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ടിട്ടുണ്ടോ? ഒരു അമലയാണ് സത്യം, അമല, സുരേഷ് ഗോപിയൊക്കെ ഉള്ള ശ്രീവിദ്യ അമ്മ, ശ്രീവിദ്യനെ തളർത്തി കിടത്തിയിട്ട് ഒരു നെക്സസ്, ഒരു ഗ്യാങ്, ഒരു മാഫിയ അവരെ ഊറ്റുന്നത്, അവരെ കൊണ്ട് പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ അതിനോട് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എനിക്ക് ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. കാര്യം ഒരാളെ കൊണ്ട് പ്രോഫിറ്റ് ചെയ്യുകയാണ് അവിടെ അയാളെ ഹീലിംഗ് ഇല്ലാതെ അയാളെ അങ്ങനെ നിർത്തേണ്ടത് അവരുടെ കടമ, അവരുടെ ആവശ്യമാണ്. അങ്ങനെ ഊറ്റി അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് യഥാർത്ഥ വിശ്വാസികളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നമ്മുടെ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നമ്മുടെ ക്ലയൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകരുത്, പിന്നെ മൊത്തത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെളിച്ചം, ജനങ്ങൾ ജാഗരൂകരായിരിക്കണം, ഇങ്ങനെയുള്ളവരുടെ വിധി കണ്ടു പഠിക്കണം എന്നൊക്കെ ഉള്ളതിന് നമ്മളൊരു സന്ദേശം കൊടുക്കണ്ടേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പിരിച്വലാണ്, ആത്മീയത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മീയതയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലിമിറ്റഡ് ആത്മീയതയാണ്. ഇത് എന്താ പറയുക, ഒരു സ്വയം സമാധാനം കണ്ടെത്തുന്ന ഒരു ആത്മീയതയാണ്. ശരിയാണ്, അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ ശരിയാണ്. ക്രിസ്തുദേവൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യേശു പഠിപ്പിച്ചിട്ടുള്ള അന്യരെ വിധിക്കരുതെന്ന് പറഞ്ഞാൽ, വിധിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജ് ചെയ്യരുത് ആൾക്കാരെ. വിധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? വിധി കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് അല്ലെങ്കിൽ പണി നിങ്ങൾക്ക് വരും. അതാണ് ഇദ്ദേഹം പറയുന്ന ഈ കൂടോത്രത്തിൻ്റെ സംഭവം എന്നൊക്കെ പറഞ്ഞത്. അത് കുറച്ച് പല സിവിയാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ബേസ് ലെവൽ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ, അതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാടൊക്കെ ഉണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. നാരങ്ങയിലും മുട്ടുതൂജി കുത്തിയത് കൊണ്ടിട്ടോ പാവയിലും മുട്ടുതൂജി കുത്തി കൊണ്ടിട്ടൊന്നും ഒരു തേങ്ങയും നടക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ വിചാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇത് വേറെ സംഭവമാണ്. ഇദ്ദേഹം അത്രയും കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് നോക്കുമ്പോൾ നീതിബോധമുള്ളൊരു മനസ്സായി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും വലിയ നീതിമാനെ ഏറ്റവും നന്നായി നീതി നടപ്പാക്കാനും പറ്റുള്ളൂ. അങ്ങനെ നീതിമാനായി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് കറക്റ്റാണ്.